വാത്സല്യത്തിനും അല്പം അതിരുവിട്ട് നിൽക്കുന്ന സ്നേഹത്തിനും വളരെ അനുയോജ്യമായ ഒരു പേരുണ്ടോ? ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് തീർച്ചയായും കണ്ണൻ എന്നായിരിക്കും. സംശയമില്ല. 100-ൽ 100% അത് നമ്മുടെ ആനകൾക്കും ചേരുമെങ്കിൽ ഈ ആനയെ കാണണം, ഇവൻ്റെ കഥകൾ കേൾക്കണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ എന്ന്. അത്രത്തോളം സ്നേഹത്തോടെ ഒരു ചെറിയ മനുഷ്യൻ ഈ ലക്ഷണമൊത്ത കൊമ്പനെ വളർത്തുകയാണ്. സ്വന്തം മക്കളെപ്പോലെ കൊഞ്ചിച്ചും ഒരുപാട് വാത്സല്യം ചൊരിഞ്ഞും ആ നിർബന്ധങ്ങൾക്ക് മുന്നിൽ വഴങ്ങിയും ഒരു പോറൽ പോലും ഈ ദേഹത്ത് വീഴുന്നത് പൊറുക്കാനാവാതെയും ഈ പിതാവ് ഈ സഹ്യപുത്രനെ വളർത്തുന്നു. ശ്രദ്ധിച്ചു നോക്കൂ, ആ അധിക ലാളനയുടെ എല്ലാ ലക്ഷണവും ഇവനിലുണ്ട്. കുലത്തിലും കുടുംബത്തിലും പരിഗണന കിട്ടിയാൽ ഏത് മൃഗവും ഇങ്ങനെ നിൽക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കരിവീരൻ. വഴിയിൽ കാണുന്ന ഏത് കള്ളുകുടിയനും കയറി നിറങ്ങാനുള്ളതല്ല ഈ ഞാൻ എന്ന് ഇവൻ്റെ ഉയർന്ന തലക്കുന്നിയും വിരിഞ്ഞ മസ്തകവും ഉറച്ച പുറവും പറയുന്നുണ്ട്. 32 വയസ്സുകാരന് 5 വയസ്സുള്ള കുട്ടിയേക്കാൾ പരിഗണന ഈ വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ നിന്നുകൂടാ? അതിൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല സാറേ. അറിയാമല്ലോ, മരുന്നില്ലാത്ത ഒരു സുഖക്കേടാണിത്. ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞിരുന്ന കഷണ്ടിക്ക് ഇപ്പോൾ നല്ല വിഗ്ഗുകൾ കിട്ടും. ഇതിനു മാത്രം ഒരു വിഗ്ഗും ചേരില്ല എന്ന് കണ്ണൻ പറഞ്ഞാൽ കേൾക്കുകയേ തൽക്കാലം തരമുള്ളൂ. ആനയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അലയൊടുങ്ങാത്ത കടലായി ഇളകുന്ന ഒരാഗ്രഹം എപ്പോഴും ഉണ്ടാവും. അത് തൻ്റെ വീട്ടുമുറ്റത്ത് ഒരാന നിൽക്കണം എന്നുള്ളതായിരിക്കും. ചിലർക്കത് ഒരു ലോട്ടറി വീഴുന്ന ഭാഗ്യം പോലെ വന്നു ചേരും. മറ്റു ചിലർക്ക് അതൊരു മരീചിക പോലെ ശേഷിക്കും. രണ്ടിലായാലും ശേഷിക്കുന്നത് ആനയാണ്. അങ്ങനെ സർവീസിൽ നിന്നും വിരമിക്കുന്നതുവരെ ആനയെ സ്വന്തമാക്കുന്നത് സ്വപ്നം കാണുകയും വിരമിച്ച ശേഷം ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്ത ആളാണ് ശ്രീ PC ബാബുരാജ്. ഇത്രയും നീണ്ട കാത്തിരിപ്പിന് അർഹിച്ച പ്രതിഫലം എന്നോണമാണ് ഈ കൊമ്പൻ്റെ വരവ്. 9:30 കഴിഞ്ഞ് നിൽക്കുകയാണ് ഉയരം. അതിനിയും PSLV-ആയി കുതിച്ചുയരും. അത്രയും സ്പീഡ് കാണില്ലെന്ന് മാത്രം. വീണെടുത്ത കൊമ്പുകളും വെളുത്ത 18 നഖങ്ങളും വികസിച്ച തലക്കുന്നിയും ഉയർന്ന വായുകുംഭവുമുണ്ട്. തേൻ നിറമാണ് കണ്ണുകൾക്ക്. ഐശ്വര്യ റോയ്മാർ ഇതിൽ മയങ്ങി വീഴാറുണ്ടോ എന്ന് രഹസ്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവൻ അത് പറയില്ല എന്നിവൻ്റെ പേര് തന്നെ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ എന്തിനു വെറുതെ ശ്രമിക്കണം? സൗന്ദര്യമുണ്ടെങ്കിൽ പെൺകുട്ടികൾ പിറകെ വരും എന്നിവൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ആ വിഷയം വിടാം. കുട്ടിക്കാലം മുതലേ ആനകളോട് വല്ലാത്ത ആഭിമുഖ്യവും സ്നേഹവും ബാബുരാജിനുണ്ടായിരുന്നു. എന്തിലും ഏതിലും ഒരാനയെ കാണുന്ന പ്രകൃതം. ആ വലിപ്പം തൊഴിലിലും നേടി. ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ അങ്ങനെയാണ് കയറി ചെല്ലുന്നത്. എണ്ണമറ്റ തപാൽ ഉരുപ്പടികളുടെയും മണിയോർഡറുകളുടെയും വിരഹതാപങ്ങൾ നിറഞ്ഞ കത്തുകളുടെ വീർപ്പുമുട്ടലുകൾക്കുമിടയിലിരുന്ന് ഇദ്ദേഹം ആനകളെ സ്വപ്നം കണ്ടു. അന്വേഷിച്ചാൽ കണ്ടെത്തും എന്ന ദൈവവചനം പോലെ സ്വന്തം വകുപ്പിലും ബാബുരാജ് ആനയെ കണ്ടെത്തി. എല്ലാ സർക്കാർ വകുപ്പുകളിലും കാണുന്ന കാടുവിഴുങ്ങികളായ വെള്ളാനകളെ ആയിരുന്നില്ല ഇദ്ദേഹം കണ്ടത്. പകരം ഒരു വാചകത്തിൻ്റെ രൂപത്തിലായിരുന്നു ആനയുടെ പ്രവേശം. ഓഫീസ് മുറിയിൽ അന്യർക്ക് പ്രവേശനമില്ല എന്ന അർത്ഥത്തിൽ എഴുതി തൂക്കിയിരുന്ന അന്തർ ആന മനാഹെ എന്ന ഹിന്ദി ബോർഡിലാണ് ആന പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ദിവസവും ആ വാചകത്തിനുള്ളിൽ ആനയെ കണ്ട് ജീവിച്ചു, സർവീസിൽ നിന്നും വിരമിക്കുന്ന കാലം വരെ. അങ്ങനെ 2006-ൽ ഈ രാജീവ് കാണുകയും അത്ര കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത് സ്വന്തമാക്കുകയായിരുന്നു PC ബാബുരാജ്. 2006 ജൂലൈയിൽ അത്താണി എളവൂർ മധുരപ്പുറത്തുള്ള വൈശാഖ് എന്ന വീട്ടിൽ ഇവൻ ഐശ്വര്യമായി കടന്നു വന്നു. ഒരു സ്വർഗം കയ്യിൽ വന്ന് വീണ അനുഭവമായിരുന്നു ബാബുരാജിന് ആ നിമിഷം. രാജീവ് അന്നു മുതൽ മധുരപ്പുറം കണ്ണനായി, വീട്ടിലെ അംഗമായി, വളർത്തച്ഛൻ്റെ പുന്നാര മകനുമായി മാറി. സ്നേഹം അങ്ങനെ അളവറ്റ് കിട്ടിയതിൻ്റെ ആഹ്ലാദമാണ് ഈ കുറുമ്പുകൾ.
ബാബുരാജ് റിട്ടയർമെന്റിന് ശേഷം ആനയെ വാങ്ങുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആദ്യം ഇടഞ്ഞത് വീട്ടുകാരത്തിയായിരുന്നു. വീട്ടുകാരത്തി പിണങ്ങിയാൽ അന്നം മുട്ടുമെന്നും അടുക്കള പൂട്ടുമെന്നുമെല്ലാം അറിയാമായിരുന്നിട്ടും ബാബുരാജ് തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു. തീരുമാനം അങ്ങനെ മുറുകിയപ്പോൾ ഭാര്യ ആത്മഹത്യാ ഭീഷണി വരെ നടത്തി നോക്കി. ബാബുരാജ് അവിടെ ഒന്നും തെന്നി വീണില്ല. വള്ളം ഉദ്ദേശിച്ച കരയിൽ തന്നെ പിടിച്ചുകെട്ടി. ഇന്ന് കണ്ണനെ വിൽക്കുവാൻ ഉദ്ദേശമുണ്ടോ എന്ന് അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ മതി, ആദ്യം ഇല്ല എന്ന മറുപടി നൽകുന്നത് ഈ വീട്ടുകാരത്തിയാണ്. അത്ര കണ്ട് കണ്ണനുമായി ഇവർ അടുത്തു കഴിഞ്ഞു. ഇനി ഒരിക്കലും അകലുവാനാകാത്ത തരത്തിലുള്ള ആത്മബന്ധം. ഒരിക്കൽ ബാബുരാജ് കണ്ണനെ കൊടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചില സൂചനകൾ തോന്നിയപ്പോൾ ഇവർ പണ്ട് ആനയെ വാങ്ങാൻ പോകുന്നെന്നറിഞ്ഞപ്പോൾ ഭർത്താവിനോട് പറഞ്ഞതുപോലെ വീണ്ടും പറഞ്ഞു. ഇത്തവണ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയത് ഇവനെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണെന്ന് മാത്രം. വീട്ടുകാരത്തി ഒരു ദിവസം അടുത്തു വരാതിരുന്നാൽ കണ്ണന് പരിഭവമാണ്. എത്ര ദൂരയാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും അവൻ്റെ ക്ഷീണം ആ മുഖം കാണുമ്പോൾ അകന്നു പോകും. പിന്നെ അമ്മ അടുത്തു വരണമെന്ന നിർബന്ധമാണ്. അതിനുവേണ്ടി അങ്ങനെ കാത്തു നിൽക്കും. മാത്രമല്ല, കാലിന് സുഖക്കേടുള്ള വീട്ടുകാരത്തിക്ക് സുഗമമായി തൻ്റെ അടുത്തേക്ക് നടന്നു വരാൻ പാകത്തിൽ വഴിയിൽ കിടക്കുന്ന മടലുകളും തീറ്റ സാധനങ്ങളും അവൻ തുമ്പിക്കൈ കൊണ്ട് എടുത്തു മാറ്റും. അടുത്തെത്തിയാൽ പിന്നെ സാവധാനം തുമ്പി കൊണ്ട് പിടിച്ച് കാലിനോട് ചേർത്ത് നിർത്തും. അപ്പോൾ അവനൊരു ഉമ്മ കൊടുക്കണം. ദേഹത്തെ മുറിവുകളിൽ തലോടണം. എന്തെങ്കിലും തിന്നാനും കൊടുക്കണം. ഇതെല്ലാം ഇവൻ്റെ സ്നേഹശീലങ്ങളിൽ പെടുന്നു. ഞാൻ കേരളത്തിലെ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം 2003 റിട്ടയർ ചെയ്തതിന് ശേഷമാണ് 2006 ഈ ആനയെ കൊല്ലത്തുള്ള ശ്രീമാൻ ഓമനക്കുട്ടൻ പിള്ളയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. ഇപ്പോൾ 4 വർഷവും 5 മാസവുമായി. എനിക്ക് ആനയെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ്റെ ലക്ഷണവും 18 നഖങ്ങളും തലക്കുന്നിയും വായുകുംഭവും ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞിട്ടാണ് ശരിക്ക് ഈ ആനയോട് എനിക്ക് പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നിയത്. ആദ്യമായിട്ടാണ് ആനയെ വളർത്തുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് മക്കളില്ല. പക്ഷേ എൻ്റെ അനുജത്തിയുടെ മക്കളാണ് എൻ്റെ കൂടെ ഉള്ളത്. അതിൻ്റെ കൂടെ ഒരു 3ാമത്തെ മകനായിട്ടാണ് ഇവനെ ഞങ്ങൾ വളർത്തുന്നത്. അത്രയും കാര്യമായിട്ട് എൻ്റെ കൊച്ചുമോൻ പോലും 9 മാസം തൊട്ട് ഇവൻ്റെ അടുത്ത് ആനക്കാർ പോലും ഇല്ലെങ്കിൽ പോലും അവൻ സ്വന്തമായിട്ട് അവൻ കയറി ചെല്ലും. ആനയുടെ അടുത്ത് ആരെയും ഉപദ്രവിക്കാറില്ല. സ്ത്രീകളെയും കുട്ടികളെയും അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും അവന് ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒരു കപ്പലണ്ടി മിഠായെങ്കിലും കൊണ്ടു ചെല്ലണമെന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ്. ബാഗിൽ എന്തുണ്ടെന്ന് അവനിങ്ങനെ പിടിച്ച് എപ്പോഴും ഇങ്ങനെ ഞെക്കി നോക്കും. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആരും കാണാതെ വഴക്ക് പറയുമെന്ന് വെച്ചിട്ട് തുമ്പിക്കൈ രഹസ്യമായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കും ഇങ്ങനെ. അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. വളരെ ഡൊസൈലാണ്, ശാന്തശീലനാണ്. ഇതുവരെ ഒരു കുഞ്ഞിനെയും ഇതുവരെ നോവിച്ചിട്ടില്ല. ഒരു പ്രാണിയെയും അവൻ നോവിച്ചിട്ടുമില്ല. അതിൻ്റെ ശാന്ത സ്വഭാവം അതാണ്. പിന്നെ എഴുന്നള്ളിപ്പിനൊക്കെ നിൽക്കുകയാണെങ്കിൽ ഞാനടുത്ത് ചെന്നാൽ പോലും അവൻ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നു വെച്ചാൽ കൊണ്ട് കൊടുത്തേ പറ്റൂ, നിർബന്ധമാണ്. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവൻ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അവൻ എന്തെങ്കിലും കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടാൽ അത്ര കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനത്തെ സ്വഭാവം കൂടിയുണ്ട് അവൻ.